പൊതുവെ എല്ലാവരും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു കള്ളുകുടിയനായിട്ടുള്ളൊരു ഭർത്താവാണ്, ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ കള്ള് ഷോപ്പിൻ്റെ മുന്നിൽ ഒരു ചെടി വെച്ചിട്ട് അത് ഒരാൾ പറിച്ചുകൊണ്ട് പോയപ്പോൾ ഇത് എൻ്റെ ഭാര്യ വെച്ചതാണെന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ അത് വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ സാമൂഹ്യ ഉത്തരവാദിത്വം ഉണ്ടാകുന്നുണ്ട്. അകത്തേത്തറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജനസംഖ്യയുടെ കാര്യത്തിൽ വളരെ കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടിയ സ്ഥലമാണ്. ആ അർത്ഥത്തിൽ ഈ പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ ദരിദ്രരാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കോമൺ ലാൻഡ് എന്ന് പറയുന്നത് എല്ലാവരുടെയും വീടിൻ്റെ പിന്നാമ്പറങ്ങളിൽ ഉണ്ടായിരുന്ന പല വൃക്ഷങ്ങളും ഇന്ന് അവരുടെ വഴിയോരങ്ങളിൽ കാണുന്നു എന്നുള്ളതാണ്. നേരത്തെ ശ്രീകൃഷ്ണപുരം വരെ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ പറക്കിയിരുന്ന നാട്ടുമാവിൻ്റെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വരുംകാല തലമുറ അകത്തേത്തറയിലെ ഇന്നത്തെ സമൂഹത്തെ ഓർക്കേണ്ടുന്നത് ഞങ്ങൾ നട്ടുപിടിപ്പിച്ച മരങ്ങളിൽ നിന്ന് കായ്കൾ പറിച്ച് അവർ കഴിക്കുമ്പോഴാണ്, അടുത്ത തലമുറയുടെ അതിജീവനം അതിലൂടെ സാധ്യമാകുമ്പോഴാണ്. അകത്തേത്തറ പഞ്ചായത്തിൻ്റെ ജീവനാടി എന്ന് പറയുന്നത് കൽപ്പാത്തിപ്പുഴയാണ്. അത് മരിച്ചുകൊണ്ടിരിക്കുക. അതല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചെറിയൊരു പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്, ഒരു 10-20ഓളം ഏക്കർ സ്ഥലത്ത് അതിൻ്റെ പുഴതീര സംരക്ഷണം എന്നുള്ളത്. ഞാൻ പറയുന്നത് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം പുഴതീര സംരക്ഷണമായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ആ പുഴ അസ്തമിക്കും. എന്നുവെച്ചാൽ ഞങ്ങളുടെ അതിർത്തി വരെ ഞങ്ങൾ നോക്കി, പഞ്ചായത്ത് ഈ പറയുന്ന ചെറിയൊരു സ്ഥലത്ത് ബാമ്പു നട്ടുപിടിപ്പിക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ അതിലപ്പുറം പഞ്ചായത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട്. മലമ്പുഴ പഞ്ചായത്തിനെ കൂടി ഇതായി കഴിഞ്ഞാൽ കുറെ കൂടി ദൂരം പോയി. ഞങ്ങളുടെ അതിർത്തി വരെ ഇപ്പം ഞങ്ങൾ പോയി. ഭാരതപ്പുഴ റിവർ ബേസിനിലുണ്ടാവുന്ന മണ്ണുജല സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഭാരതപ്പുഴയിലെ ഒഴുക്കിൻ്റെ പെരിനിയാലിറ്റി നിർണ്ണയിക്കുന്നത്. ആ തരത്തിൽ നോക്കുമ്പോൾ അകത്തേത്തറ പഞ്ചായത്തിൽ 4 നീർത്തടങ്ങളായി തിരിച്ചിരിക്കുന്നു. 4 നീർത്തടങ്ങളിലും മഴ പെയ്യുന്നിടത്ത് തന്നെ മണ്ണിലേക്ക് ഇറങ്ങുവാനുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അകത്തേത്തറ പഞ്ചായത്തിന് 4 തോടുകളാണുള്ളത്. ഭാരതപ്പുഴയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ കൽപ്പാത്തിപ്പുഴയിലേക്ക് എത്തുന്ന 4 തോടുകളിലൂടെയാണ് കൽപ്പാത്തിപ്പുഴയിലേക്ക് അകത്തേത്തറ പഞ്ചായത്തിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത്. ഈ 4 തോടുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ തലപ്പ് മുതൽ അത് അകത്തേത്തറ പഞ്ചായത്ത് കടന്നു പോകുന്ന വരെയുള്ള പ്രദേശങ്ങളിൽ മണ്ണുജല സംരക്ഷണ പ്രവർത്തനങ്ങൾ മഴക്കുഴിയുടെ രൂപത്തിൽ, അതേപോലെ ബണ്ടുകളുടെ രൂപത്തിൽ മരം വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അത് മാത്രം പോരാ. പുഴയെ സംരക്ഷിക്കുന്നത് മണ്ണുകുഴി ഉണ്ടാക്കിയിട്ടോ മഴക്കുഴി ഉണ്ടാക്കിയിട്ടോ അല്ല, പുഴയുടെ തീരം സംരക്ഷിക്കുന്നതിലൂടെയാണ്. അതിൽ ചെറിയൊരു ഇനീഷ്യേറ്റീവ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതാണ് ബാമ്പു വെച്ചിട്ടുള്ളത്, മുള വെച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ചർച്ചയൊക്കെ? എല്ലാ കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചോ? കുറേയധികം കാര്യങ്ങൾ പറയാൻ സാധിച്ചു. എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഇപ്പോൾ ജനകീയാസൂത്രണം ആരംഭിച്ചത് മുതൽ ഒരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ളൊരു വലിയ ചർച്ചയാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കുറേ പഞ്ചായത്തുകളെങ്കിലും ജനകീയാസൂത്രത്തിൻ്റെ ഫലമായി, അധികാര വികേന്ദ്രീയത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ നേട്ടങ്ങൾ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ ഈ റിയാലിറ്റി ഷോയിലൂടെ കഴിഞ്ഞു എന്ന ഒരു വലിയ ചരിതാർത്ഥ്യം ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടു. നമുക്കിപ്പോൾ എന്തായാലും മാർക്സിലേക്ക് കിടക്കാമല്ലേ സർ? അകത്തേത്തറ പഞ്ചായത്തിൻ്റെ ഈ 1,00,000 വൃക്ഷത്തൈകൾ വെച്ചതിൻ്റെ അതിനൊരു ബോണസ് കൂടെ ചെറുതായി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് 15-ൽ 13. ഞാൻ 15-ൽ 13 കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അകത്തേത്തറ പഞ്ചായത്തിന് അപ്പുറമായിട്ട് ഒരു പ്രദേശത്തിൻ്റെ വികസന പ്രശ്നങ്ങളിലേക്ക് വളരാൻ സമയമായി എന്ന് തോന്നുന്നു. 1,00,000 തൈകൾ നട്ടതിൽ 90% വളർന്നു വരും എന്നുള്ള പ്രതീക്ഷയിൽ 90% മാർക്ക്, 10-ൽ 9 തരുന്നു. 10-ൽ 8. നട്ട വൃക്ഷത്തൈകൾ മുഴുവൻ സംരക്ഷിക്കും എന്ന ഒരു പൂർണ്ണ ബോധ്യത്തോടെ, അതിന് സുനിത പ്രത്യേകം താല്പര്യം എടുക്കും എന്ന വിശ്വാസത്തോടെ 10-ൽ 8 മാർക്ക്. അകത്തേത്തറയ്ക്ക് 60-ൽ 52 മാർക്സാണ് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല മാർക്സാണ്. സന്തോഷമായില്ലേ എല്ലാവർക്കും? ഓക്കെ, എനിവേസ് നിങ്ങളും SMS ചെയ്യുക. അകത്തേത്തറ പഞ്ചായത്തിന് SMS ചെയ്യേണ്ട ഫോമാറ്റ് GKE സ്പേസ് ATTR സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. പാലക്കാട്ട് നിന്ന് ഇനി നമ്മൾ നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലം ജില്ലയിലെ നെടുമന ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാഴ്ചകളിലേക്ക് പോകാം. പക്ഷെ അതിനു മുൻപായി ചെറിയൊരു ബ്രേക്ക്. വേണ്ട നമുക്കിനി രോഗങ്ങൾ വ്യാധികൾ, വേണ്ട വേണ്ടേ നമുക്കി കൊതുകിന്റെ താണ്ഡവം. വീടും പരിസരവും വൃത്തിയാക്കൂ, കൊതുകിന്റെ താവളങ്ങൾ നശിപ്പിക്കൂ, മാരക രോഗങ്ങളോട് വിട പറയൂ, വീണ്ടും ഒരു ദുരന്തം ഒഴിവാക്കൂ. നാടിനെ നമ്മുടെ വീടായി കരുതണം, വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കണം. രോഗം പരത്താത്ത മണ്ണിന്റെ മാറിലെ ആരോഗ്യമോടെ ജനങ്ങൾ വാഴൂ. എന്റെ കേരളം മാലിന്യമുക്തം.
മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എൻ്റെ കേരളം മാലിന്യമുക്തം. അടുക്കളയിൽ നിന്ന് ഊണുമുറിയിലേക്കുള്ള ദൂരം. സ്ത്രീകൾ നടന്നു തീർക്കുന്ന ദൂരങ്ങൾ പലപ്പോഴും ഇതിന്റെ ഗുണിതങ്ങൾ മാത്രമാവാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 50% സംവരണവും വനിതാ ബില്ലുമൊക്കെ ഇത് മാറ്റിമറിക്കാൻ പോവുകയാണ്. ഇന്ന് കൊല്ലം ജില്ലയിലെ നെടുമന ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് സുസ്ഥിര വികസനത്തിന് സ്ത്രീ ശാക്തീകരണ പദ്ധതികളുമായാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നെടുമന ഗ്രാമപഞ്ചായത്തിനെ. നെടുമ്പനയിൽ നിന്ന് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ശ്രീ എസ് നസറുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ശ്രീ എൻ വേണുഗോപാലപിള്ള, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ എ സാദിഖ്, സെക്രട്ടറി ശ്രീ കെ എൻ ജോസഫ്, CDS ചെയർപേഴ്സൺ ശ്രീമതി പ്രസന്ന രാമചന്ദ്രൻ. ഇത് കൂടാതെ ഇവിടെ ഇന്ന് എത്തിയിരിക്കുന്ന ഈ ആൾക്കാർ മുഴുവൻ നെടുമ്പനക്കാരാണ്. നമുക്ക് അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യാം. നെടുമ്പന എങ്ങനെ പരിചയപ്പെടുത്താം? നെടുമ്പന കൊല്ലം പട്ടണത്തോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. വലിയ പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനില്ല. എന്നാൽ ഇത്തിക്കര ആറിന്റെ ഒരു കൈവഴി പള്ളിമൺ ആറ് കടന്നു പോകുന്ന ഒരു ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇത്തിക്കര പക്കിയുടെ ഒരു പഴയകാല ചരിത്രം ഓർക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശമാണ്. അതോടൊപ്പം തന്നെ നല്ല കളിമൺ ഡെപ്പോസിറ്റുള്ള ഒരു ഭൂപ്രദേശമാണ്. അതോടൊപ്പം തന്നെ വൈറ്റ് ക്ലേ, ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വൈറ്റ് ക്ലേ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഒരു കാർഷിക മേഖല എന്നുള്ള നിലയിൽ പഴയകാലത്ത് വലിയ പാരമ്പര്യം കന്നുകാലി വളർത്തലും അതുപോലെ തന്നെ കൃഷിയും ഉപജീവനമായ മാർഗമായി സ്വീകരിച്ചിരുന്ന ഒരു വലിയ ജനവിഭാഗം അധിവസിച്ചിരുന്ന പ്രദേശമാണ്. നെടുമ്പന പഞ്ചായത്തിന്റെ നാട്ടുവഴികളിലേക്ക്. കൊല്ലം ജില്ലയിലെ നെടുമ്പന ഗ്രാമത്തിലൂടെയാണ് എന്റെ യാത്ര. കണ്ടില്ലേ, ഇതുപോലെയുള്ള നിരവധി പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട്. ഇനി നമുക്ക് കൂടുതൽ അറിയാം നെടുമന ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച്. നെടുമന ഗ്രാമപഞ്ചായത്തിലെ പിള്ള വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. 250ഓളം വർഷം പഴക്കമുണ്ട് ഈ വീടിന്. പണ്ടത്തെ ആശാരിമാരുടെ കരവിരുത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൊല്ലം ജില്ല എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം ഓടിയെത്തുന്നത് കശുവണ്ടി ഫാക്ടറിയാണ്. ഈ പഞ്ചായത്തിൽ മാത്രം 22ഓളം ഫാക്ടറികളാണുള്ളത്. 6000ഓളം പേർക്ക് ഇതുവഴി തൊഴിലും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ പ്രധാന ജീവനോപാധിയും കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചേച്ചി, ഇത് എങ്ങനെയാ തരംതിരിക്കുന്നത്? ഇത് ഒരു സൈസായിട്ട് തരും. ഇത് നമ്മൾ ഇതിൽ നിന്ന് എല്ലാം തിരിച്ച് ഓരോ ഐറ്റം ആയിട്ട് കൊടുക്കണം. അത് എങ്ങനെയാ തരംതിരിക്കുന്നത്? 320, ഇത് 450, ഇത് 40. ചുമപ്പ്, പിരിവാല്, പിളർപ്പ്, ഇത് വെള്ളപ്പൊടി, ഇത് വെള്ളപ്പിളർപ്പ്. നമുക്ക് പോകാം ഈ ഗ്രാമക്കാഴ്ചകളുടെ ആഴങ്ങളിലേക്ക്. സുസ്ഥിര വികസനത്തിനായി മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിനെ സംബന്ധിച്ച് കൃഷിയും മൃഗസംരക്ഷണവും മൃഗപരിപാലനവും ഉപജീവനമാർഗമായി സ്വീകരിച്ചിരുന്ന ഒരു വലിയ ജനസമൂഹം അധിവസിച്ചിരുന്ന പ്രദേശമാണ്. അവിടെ ഇടക്കാലത്ത് ഒരു വ്യാവസായിക വളർച്ച, പരിസ്ഥിതിക്ക് ആഘാതം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു വ്യാവസായിക വളർച്ച, ഇഷ്ടിക നിർമ്മാണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കളിമൺ ഡെപ്പോസിറ്റിന്റെ ഭാഗമായി ഇഷ്ടിക നിർമ്മാണം, ഏതാണ്ട് 100ലധികം ഫാക്ടറികൾ പ്രവർത്തിച്ചിരുന്ന ഒരു പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഇന്ന് മാറി പഞ്ചായത്തിനെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പ്രദർശിപ്പിച്ച ചിത്രത്തിൽ കാണുന്നത് പോലെ കശുവണ്ടി വ്യവസായം, 6000-ലധികം സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു വ്യാവസായിക മേഖല ഇന്ന് പഞ്ചായത്തിലുണ്ട്. അവിടെയാണ് ഞങ്ങൾ സുസ്ഥിര വികസനം എന്നുള്ള നിലയിൽ കുടുംബശ്രീയുടെ ആവിർഭാവത്തോടുകൂടി
കുടുംബശ്രീ സംവിധാനം